ബി ജെ പിക്ക് കേരളത്തിലെ 86 നഗരസഭകളിൽ ആകെ ഭരണമുണ്ടായിരുന്ന രണ്ട് നഗരസഭ, ഒന്ന് പന്തളം നഗരസഭയും മറ്റൊന്ന് പാലക്കാട് നഗരസഭയുമാണ്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, രാഹുൽ മാങ്കൂട്ടം ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറിനേക്കാൾ 4600ഓളം വോട്ടുകൾ പാലക്കാട് നഗരസഭയിൽ തന്നെ നേടിയെടുത്തു. അതോടുകൂടി പിരായിരി, മാത്തൂർ, കണ്ണാടി തുടങ്ങിയ പഞ്ചായത്തുകളിലെ ലീഡ് കൂടിയായപ്പോൾ 18,840 എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടം ജയിച്ചു കയറിയത്. ഒരുപക്ഷെ ബി ജെ പിയുടെ ശക്തി ദുർഗമായ പാലക്കാട് നഗരസഭയിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 100 വോട്ടിൻ്റെയെങ്കിലും ലീഡ് നേടുക തന്നെ ചെയ്യും. ബാക്കി ഏത് പഞ്ചായത്തിൽ വോട്ട് കുറഞ്ഞാലും നഗരസഭ അവരെ കൈവിടില്ല. ഈ ശ്രീധരൻ ഷാഫി പറമ്പിലിനെതിരെ ഏകദേശം 7000-അടുക്കൽ ഭൂരിപക്ഷമാണ് നഗരസഭയിൽ നിന്ന് മാത്രം നേടിയെടുത്തത്. അഗ്രഹാരം ഉൾപ്പെടെയുള്ള നഗരസഭ വലിയ തോതിൽ ബി ജെ പിയെ കാലാകാലങ്ങളിലായി പിന്തുണയ്ക്കുന്നു എന്നത് തന്നെയാണ് വാസ്തവം. 2016 ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന് പിരായിരിയിലും മാത്തൂരിലുമൊന്നും വലിയ വോട്ട് ഷെയർ ഒന്നും ലഭിച്ചില്ലെങ്കിലും നഗരസഭയിൽ ഏകദേശം 500 വോട്ടിനടുക്കൽ ലീഡ് നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിലെങ്കിലും അവർക്ക് ലീഡ് നേടാൻ കഴിഞ്ഞതും. പക്ഷെ പിന്നീട് ഷാഫി പറമ്പിൽ 17,483 വോട്ടുകൾക്ക് 2016 വിജയിച്ചു കയറിയത്. എന്നാൽ നോക്കൂ, നഗരസഭ കൂടി കൈവിട്ടിരിക്കുന്നു ബി ജെ പിക്ക്. ബി ജെ പിയുടെ കൗൺസിലർമാർ നിരവധി പേർ സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ വലിയ തോതിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തുകയാണ്. കേരളത്തിലെ ബി ജെ പിയുടെ അസ്ഥിവാരം തോണ്ടും എന്നാണ് സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചിരിക്കുന്നത്. ബി ഗോപാലകൃഷ്ണനെ അടക്കം നിരവധി നേതാക്കളെ ചൊടിപ്പിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ ഇങ്ങനെ അജയ്യനായി തുടരുമ്പോൾ പല നേതാക്കളുടെയും യഥാർത്ഥ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് സന്ദീപ് വാര്യർക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് ബി ജെ പി നേതാക്കൾക്ക് ഭയമാണ്. തങ്ങളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകും എന്ന് ഉറപ്പായി കഴിഞ്ഞ നിമിഷമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കിയ നിമിഷം. അത് അപ്രതീക്ഷിതമായി പാലക്കാടുള്ള ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതിനെയെല്ലാം തച്ച് തകർക്കുകയാണ് ചെയ്തത്. സന്ദീപ് വാര്യരോട് പരിഹാസത്തോടുകൂടി ബി ജെ പിക്കാർ ചോദിച്ചു, എന്താണോ വാര്യരെ നന്നാവാത്തയെന്ന്. വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്ത സന്ദീപ് വാര്യർ പിന്നെ അങ്ങോട്ട് UDF നേതാക്കളുടെ ഏറ്റവും വലിയ സ്വീകാര്യനായ നേതാവായി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാറിയ ഒരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തിനെ നിരവധിയായ പൊതുവേദികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കൃത്യമായി ഉപയോഗിക്കാൻ, അതായത് കോൺഗ്രസിനെ എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ളതിൽ സന്ദീപ് വാര്യരുടേതായിട്ടുള്ള റോൾ എന്തൊക്കെയാണ് പാലക്കാടും അതുപോലുള്ള അടുത്തടുത്ത മണ്ഡലങ്ങളിലും എന്നതാണ് വീക്ഷിച്ചു വരുന്നത്. നമുക്ക് തീർച്ചയായും പറയാം, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂറിലോ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തോ സന്ദീപ് വാര്യർ മത്സരിച്ചാൽ, കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാൽ ജയം ഉറപ്പാണ്. ഇത്തവണ ബി ജെ പിയുടെ നഗരസഭ കൂടി കൈവിടുന്ന ലക്ഷണമാണ് കാണുന്നത്. 6ഓളം കൗൺസിലർമാർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള പ്ലാനാണ്. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്, ഈ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് സന്ദീപ് വാര്യരാണ്.